യോബ്. ബൈബിളിലെ ഒരു അതുല്യമായ മനുഷ്യന്റെ കഥയാണ്. അവൻ സമ്പന്നനായിരുന്നു. അവനു വളരെ വലിയ കുടുംബമുണ്ടായിരുന്നു. അനവധി ആടുകളും കാളകളും ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം അവന്റെ സമ്പത്തിന്റെ അടയാളങ്ങളായിരുന്നു. പക്ഷേ അവന്റെ യഥാർത്ഥ മഹത്വം സമ്പത്തിലല്ലായിരുന്നു. അവൻ നീതിമാനും ഭക്തനുമായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചവൻ. ഒരു ദിവസം സ്വർഗത്തിൽ ഒരു സംവാദം നടന്നു. സാത്താൻ പറഞ്ഞു, യോബിന്റെ വിശ്വാസം അവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ടാണ്. അപ്പോൾ യോബിന്റെ ജീവിതം പെട്ടെന്ന് മാറി. അവന്റെ സമ്പത്ത് നഷ്ടമായി, മക്കൾ മരിച്ചു, അവന്റെ ശരീരം പോലും രോഗബാധിതമായി. എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ പോലും യോബ് പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം സ്തുതിക്കപ്പെടട്ടെ. അവനങ്ങനെ ജീവിതം മുന്നോട്ടു കൊണ്ടുപോയി. ഇതാണ് യോബിന്റെ കഥ. കഷ്ടതകളിലും വിശ്വാസം കൈവിടാത്ത ഒരു മനുഷ്യന്റെ അതുല്യമായ യാത്ര. വരൂ കൂട്ടുകാരെ, നമുക്ക് യോബിന്റെ ജീവിതത്തിലോട്ട് കടക്കാം. ഈ കഥ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. ക്ലാസിക് ടെയിൽ സ്റ്റോറീസ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ചാനലിലെ കൂടുതൽ മനോഹരമായ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകൾ മിസ് ആവാതിരിക്കാൻ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുതേ. കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ അഭ്യർത്ഥന കൂടി. ഈ കഥ നിങ്ങൾ എവിടെ നിന്നാണ് കേൾക്കുന്നത് എന്ന് കമന്റ് ബോക്സിൽ എഴുതാമോ? നിങ്ങളെല്ലാവരും ഏതേത് സ്ഥലങ്ങളിൽ നിന്നാണ് ഈ ചാനൽ കാണുന്നത് എന്നറിയാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഥ ഇവിടെ കേൾക്കണമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതിവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. അതെ, ഇനി നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം. വളരെ പുരാതന കാലം, രാജാക്കന്മാരുടെ കാലം, മരുഭൂമിയുടെ മണലുകൾ ചരിത്രം സൂക്ഷിച്ചിരുന്ന കാലം. അവിടെ ഉസ് എന്ന ദേശമുണ്ടായിരുന്നു. കാറ്റ് മണലിനെ തഴുകി നീങ്ങുന്ന ശാന്തമായൊരു ദേശം. ആ ദേശത്ത് ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അവന്റെ പേരായിരുന്നു യോബ്. യോബ് സമ്പന്നനായിരുന്നു. പക്ഷേ സമ്പത്ത് മാത്രം അവനെ മഹാനാക്കുന്നില്ലായിരുന്നു. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരുമുണ്ടായിരുന്നു. വലിയ കുടുംബം, സന്തോഷം നിറഞ്ഞ വീട്. അവന്റെ പറമ്പുകൾ നിറഞ്ഞിരുന്നത് ആടുകളാലും ഒട്ടകങ്ങളാലും കാളകളാലും കഴുതകളാലുമായിരുന്നു. വ്യാപാരത്തിൽ പ്രശസ്തി, ജനങ്ങളിൽ ബഹുമാനം. ഗ്രാമത്തിലെ മൂപ്പന്മാർ യോബിന്റെ പേരിനെ ആദരവോടെ ഉച്ചരിക്കും. പക്ഷേ യോബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവന്റെ ഹൃദയമായിരുന്നു. അവൻ നീതിമാനും സത്യസന്ധനുമായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചവൻ. ഒരു പിതാവിന്റെ കരുതൽ, ഒരു ഭക്തന്റെ ജാഗ്രത. യോബിന്റെ ജീവിതം പുറത്തുനിന്ന് നോക്കുമ്പോൾ പൂർണ്ണമായിരുന്നു. സമ്പത്ത്, കുടുംബം, മാന്യമായ സ്ഥാനം, ആരോഗ്യം, ആത്മീയ വിശ്വാസം എല്ലാം നിറഞ്ഞവനായിരുന്നു യോബ്. പക്ഷേ ആകാശത്തിന് മുകളിലെ ആത്മീയ ലോകത്തിൽ ഒരു സംവാദം തുടങ്ങി. യോബിന്റെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിക്കുന്ന ഒരു തീരുമാനത്തിന്റെ തുടക്കം. യോബ് അതറിഞ്ഞില്ല, അവന്റെ മക്കളതറിഞ്ഞില്ല. പക്ഷേ സ്വർഗത്തിൽ അവന്റെ പേര് ഉച്ചരിക്കപ്പെട്ടു. ഒരു മനുഷ്യന്റെ വിശ്വാസം സമ്പത്തിൽ നിന്നാണോ, അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നോ? ഇതാണ് യോബിന്റെ യാത്രയുടെ തുടക്കം. ദൈവത്തിന്റെ സന്നിധിയിൽ ദൂതന്മാർ ഒന്നിച്ചുകൂടി. മഹത്വം നിറഞ്ഞ ഒരു സിംഹാസനം, പ്രകാശം നിറഞ്ഞ ആ അന്തരീക്ഷം, മനുഷ്യന്റെ കണ്ണുകൾക്ക് കാണാനാകാത്ത ആത്മീയ രാജസഭ. അവിടെ ഒരു പേരുച്ചരിക്കപ്പെട്ടു, യോബ്. ദൈവം ചോദിച്ചു, നീ എൻ്റെ ദാസനായ യോബിനെ ശ്രദ്ധിച്ചുവോ? ഭൂമിയിൽ അവനെപ്പോലെ നീതിമാനായ മറ്റൊരാളില്ല. അവൻ സത്യസന്ധൻ, ദൈവത്തെ ഭയപ്പെടുന്നവൻ, ദോഷം വിട്ടുമാറുന്നവൻ. അപ്പോൾ ഒരു ശബ്ദം മറുപടി പറഞ്ഞു, ചോദ്യങ്ങളോടെ നിറഞ്ഞ ശബ്ദം. യോബ് വെറുതെയാണോ ദൈവത്തെ ഭയപ്പെടുന്നത്? നീ അവന്റെ ചുറ്റും സംരക്ഷണം നൽകിയിട്ടില്ലയോ? അവന്റെ വീടിനും സമ്പത്തിനും നീ അനുഗ്രഹം നൽകിയിട്ടില്ലയോ? അവൻ എല്ലാം ഉള്ളതിനാലാണ് നിന്നെ ആരാധിക്കുന്നത്. അവന്റെ കയ്യിൽ നിന്ന് എല്ലാം എടുത്തുകളയൂ. അപ്പോൾ
അവൻ നിന്നെ ശപിക്കും. ഇത് ഒരു മനുഷ്യന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യലായിരുന്നു. സമ്പത്ത് പോയാൽ, ആരോഗ്യം പോയാൽ, കുടുംബം നഷ്ടമായാൽ വിശ്വാസം നിലനിൽക്കുമോ? ദൈവം മറുപടി പറയുന്നു, അവന്റെ കൈവശമുള്ളതെല്ലാം നിന്റെ അധികാരത്തിൽ, പക്ഷേ അവന്റെ ശരീരത്തെ തുടരുത്. അവിടെ ഒരു തീരുമാനമുണ്ടായി. ആ തീരുമാനം ഊസ് ദേശത്തിലെ ഒരു വീട്ടിൽ കൊടുങ്കാറ്റായി മാറാനിരിക്കുകയാണ്. ഭൂമിയിൽ യോബ് തന്റെ ദൈനംദിന കാര്യങ്ങളിൽ തിരക്കിലായിരുന്നു. അവൻ അറിയുന്നില്ല, അവന്റെ വിശ്വാസം ഇപ്പോൾ പരീക്ഷണത്തിന്റെ അഗ്നിയിൽ കടക്കാനിരിക്കുകയാണ് എന്ന്. ഒരു മനുഷ്യന്റെ ജീവിതം ഒരു നിമിഷത്തിൽ മാറാം, പക്ഷേ അവന്റെ ഉള്ളിലെ വിശ്വാസം മാറുമോ? അന്നൊരു സാധാരണ ദിവസമായിരുന്നു. സൂര്യൻ ഉദിച്ചുയർന്നു. വയലുകളിൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്നു. ആടുകളും കാളകളും സമാധാനത്തോടെ മേയുന്നു. യോബ് വീട്ടുവളപ്പിലിരുന്നു ദൈനംദിന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു. അവന്റെ ജീവിതം സാധാരണ പോലെ തന്നെ മുന്നോട്ടു പോയി. പക്ഷേ ദൂരത്തു നിന്നും ഒരു മനുഷ്യൻ ഓടിവന്നു. അവന്റെ മുഖത്ത് ഭയം കാണാമായിരുന്നു. വസ്ത്രങ്ങൾ പൊടിയിൽ മൂടിയിരുന്നു. അവൻ യോബിന്റെ മുന്നിൽ വീണു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഉഴുതുകൊണ്ടിരുന്നു. കഴുതകൾ അടുത്തു മേയുകയായിരുന്നു. അപ്പോൾ സൈനികർ പെട്ടെന്ന് ആക്രമിച്ചു. അവർ എല്ലാം പിടിച്ചെടുത്തു. ദാസന്മാരെ വാളാൽ കൊന്നു. ഞാൻ മാത്രം രക്ഷപ്പെട്ടു. ഒരു നിമിഷം അന്തരീക്ഷം നിശ്ചലമായി. യോബ് കേട്ടുകൊണ്ടിരുന്നു. അവന്റെ മുഖത്ത് അമ്പരപ്പില്ല, കോപമില്ല. അവൻ എന്തെങ്കിലും പറയുന്നതിനു മുമ്പ് മറ്റൊരു മനുഷ്യൻ ഓടിവന്നു. അവന്റെ കണ്ണുകളിൽ ഭീതി. ദൈവത്തിന്റെ തീ ആകാശത്തു നിന്ന് വീണു. ആടുകളെയും ദാസന്മാരെയും ദഹിപ്പിച്ചു. എല്ലാം നശിച്ചു. ഞാൻ മാത്രമാണ് രക്ഷപ്പെട്ടത്. ഇപ്പോൾ 2 പ്രഹരങ്ങൾ. പക്ഷേ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മൂന്നാമൻ ഓടിവരുന്നു. കൊള്ളക്കാർ 3 സംഘങ്ങളായി വന്നു. ഒട്ടകങ്ങളെ പിടിച്ചെടുത്തു. ദാസന്മാരെ കൊന്നു. ഞാൻ മാത്രം കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ഒരു മനുഷ്യന്റെ സമ്പത്ത് ഒരേ ദിവസത്തിൽ തകർന്നു വീഴുന്നു. പക്ഷേ ഇനിയുമൊരു വാർത്ത വരാനിരിക്കുകയാണ്. എല്ലാ നഷ്ടങ്ങളെയും മറികടക്കുന്ന ഒരു പ്രഹരം. യോബ് ഇപ്പോഴും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലാത്തവനായി നിൽക്കുന്നു. പക്ഷേ കൊടുങ്കാറ്റ് ഇനിയും പൂർണ്ണമായിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും ഒരു ശബ്ദം. ദൂരത്തുനിന്ന് മറ്റൊരു മനുഷ്യൻ ഓടിവന്നു. അവന്റെ മുഖത്ത് വ്യാകുലത, കണ്ണുകളിൽ ഭയം. അവൻ യോബിന്റെ മുന്നിൽ വീണു. വാക്കുകൾ പതറി. അവൻ പറഞ്ഞു, നിന്റെ പുത്രന്മാരും പുത്രിമാരും മുതിർന്ന സഹോദരന്റെ വീട്ടിൽ വിരുന്നു കഴിക്കുകയായിരുന്നു. അപ്പോൾ മരുഭൂമിയിൽ നിന്ന് ഒരു വലിയ കാറ്റ് വന്നു. വീട് തകർന്നു വീണു. അവരെല്ലാവരും അകത്ത് മരിച്ചു. ആരും തന്നെ ബാക്കിയില്ല. അവൻ പൊട്ടിക്കരഞ്ഞു. ഇത്തവണ വാക്കുകളില്ല. കാളകൾ പോയത്, സമ്പത്ത് പോയത്, പക്ഷേ ഇപ്പോൾ മക്കൾ. 7 പുത്രന്മാർ, 3 പുത്രിമാർ. ഒരു വീട്ടിന്റെ ചിരി ഒരു നിമിഷത്തിൽ നിശബ്ദമായി. ഒരു പിതാവിന്റെ ഹൃദയം ഒരു നിമിഷത്തിൽ ഭാരമായി. യോബ് എഴുന്നേറ്റു. അവൻ തന്റെ വസ്ത്രം കീറി, തലമുടി മുറിച്ചു. അതെല്ലാം ദുഃഖത്തിന്റെ അടയാളമായിരുന്നു. പക്ഷേ അവൻ ആരെയും ശപിച്ചില്ല. അവൻ കുറ്റപ്പെടുത്തി സംസാരിച്ചില്ല. അവൻ പ്രാർത്ഥിച്ചു. അവന്റെ അധരങ്ങളിൽ നിന്ന് വാക്കുകൾ പുറപ്പെട്ടു. നഗ്നനായി ഞാൻ എൻ്റെ മാതാവിൻ്റെ ഗർഭത്തിൽ നിന്ന് വന്നു. നഗ്നനായി തന്നെ ഞാൻ മടങ്ങും. യഹോവ തന്നു, യഹോവ എടുത്തു. യഹോവയുടെ നാമം സ്തുതിക്കപ്പെടട്ടെ. എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ. എന്നാൽ അവൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. കണ്ണുകൾ നിറഞ്ഞു, ഹൃദയം തകർന്നു. പക്ഷേ അവൻ്റെ ആത്മാവ് ഇനിയും ദൈവത്തെ കൈവിട്ടില്ല. ദൈവത്തെ കുറ്റപ്പെടുത്തി സംസാരിച്ചില്ല. ഭൂമിയിൽ ഒരു മനുഷ്യനെല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്നു. പക്ഷേ സ്വർഗത്തിൽ ഒരു വിശ്വാസം നിലകൊണ്ടു. ഇത് ഒരവസാനമല്ല. പരീക്ഷണം ഇനിയും അവസാനിച്ചിട്ടില്ല. വീണ്ടും ദൈവത്തിന്റെ സന്നിധിയിൽ ദൂതന്മാർ ഒന്നിച്ചുകൂടി. അവിടെ വീണ്ടും ഒരു പേര് ഉയരുന്നു, യോബ്. ദൈവം ചോദിച്ചു, നീ എന്റെ ദാസനായ യോബിനെ ശ്രദ്ധിച്ചുവോ? അവൻ ഇന്നും തന്റെ നീതിയും വിശ്വസ്തതയും നിലനിർത്തുന്നു. നീ അവനെ നശിപ്പിക്കാൻ എന്നെ പ്രേരിപ്പിച്ചെങ്കിലും അവൻ കുറ്റം ചെയ്തില്ല. അപ്പോൾ അതേ ശബ്ദം വീണ്ടും മറുപടി പറയുന്നു, തൊലിനു പകരം തോൽ. മനുഷ്യൻ തന്റെ ജീവനു വേണ്ടി എല്ലാം കൊടുക്കും.
അവന്റെ ശരീരത്തെ തൊടൂ, അവന്റെ അസ്ഥിയെയും മാംസത്തെയും വേദനിപ്പിക്കൂ. അപ്പോൾ അവൻ നിന്നെ ശപിക്കും. ഇതിനി സമ്പത്തിന്റെ കാര്യമല്ല, ഇത് ഒരു മനുഷ്യന്റെ ശരീരത്തെക്കുറിച്ചാണ്, വേദനയെക്കുറിച്ചാണ്. ദൈവം മറുപടി പറയുന്നു, അവൻ നിന്റെ കയ്യിൽ, പക്ഷേ അവന്റെ ജീവനെ രക്ഷിക്കണം. ഒരു പുതിയ അനുമതി, ഒരു പുതിയ പരീക്ഷണം. ഭൂമിയിൽ യോബ് ഇപ്പോഴും ദുഃഖത്തിന്റെ നിഴലിൽ. വീട്ടിൽ നിശബ്ദത, വിരുന്നുകളില്ല, ചിരികളില്ല. പെട്ടെന്ന് അവന്റെ ശരീരത്തിൽ വേദനയാരംഭിക്കുന്നു. ചെറിയ പുണ്ണുകൾ, തുടർന്ന് വേദനാജനകമായ മുറിവുകൾ. തല മുതൽ കാൽ വരെ പകർച്ച പോലെ പടരുന്നു. മാംസം പൊള്ളുന്നു. രാത്രികൾ ഉറക്കമില്ലാതെ നീളുന്നു. യോബ് നഗരത്തിന് പുറത്തേക്ക് പോകുന്നു. ചാരക്കൂമ്പാരത്തിനരികിലിരിക്കുന്നു. കയ്യിൽ ഒരു പൊട്ടിയ മൺതുണ്ട്. അതുകൊണ്ട് തന്റെ മുറിവുകൾ ചൊറിയുന്നു. ഒരിക്കൽ സമ്പന്നൻ, മാന്യൻ, ബഹുമാനിക്കപ്പെട്ടവൻ. ഇപ്പോൾ വേദനയിൽ മുങ്ങിയ ഒരാൾ, ഒറ്റപ്പെട്ട ഒരാൾ, ശരീരവും ആത്മാവും പരീക്ഷിക്കപ്പെടുന്ന ഒരാൾ. സമ്പത്ത് പോയപ്പോൾ അവൻ ആരാധിച്ചു. ഇപ്പോൾ ശരീരം വേദന കീറുമ്പോൾ അവൻ നിലനിൽക്കുമോ? ഇത്തവണ പരീക്ഷണം അവന്റെ ഉള്ളിലേക്കാണ് കടക്കുന്നത്. ചാരക്കൂമ്പാരത്തിനരികിൽ യോബിരുന്നു. വേദനയുടെ ഗന്ധം വായുവിൽ നിറഞ്ഞിരുന്നു. അവന്റെ ശരീരം മുറിവുകളുടെ ഒരു കൂമ്പാരമായിരുന്നു. ഒരിക്കൽ ശക്തനായ മനുഷ്യൻ, ഇപ്പോൾ വേദനയിൽ മൂടിയ ഒരാൾ. ദൂരത്തുനിന്ന് ഒരു നടപ്പു കേട്ടു. അത് യോബിന്റെ ഭാര്യയായിരുന്നു. അവൾ അവന്റെ അവസ്ഥ നോക്കി നിന്നു. ഒരമ്മയുടെ ദുഃഖം ആ മുഖത്ത് കാണാമായിരുന്നു, ഒരു ഭാര്യയുടെ നിസ്സഹായത. അവൾ യോബിനോട് ചോദിച്ചു, നീ ഇപ്പോഴും ദൈവത്തെ ഭയക്കുന്നുവോ? നീ ദൈവത്തെ ശപിച്ച് മരിക്കുന്നതാവും നല്ലത്. ഇത് ദൈവദ്വേഷത്തിന്റെ വാക്കുകളല്ല, ഇത് വേദനയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരവസാന ശ്രമം. ഇതവസാനിക്കട്ടെ, എല്ലാം തീരട്ടെ. യോബ് അവളെ നോക്കി. അവന്റെ കണ്ണുകളിൽ കോപമില്ല, ദൈവഭയം മാത്രം. അവൻ പറഞ്ഞു, നീ സംസാരിക്കുന്നത് ബുദ്ധിശൂന്യയായ ഒരാളിനെപ്പോലെയാണ്. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ സ്വീകരിക്കുമ്പോൾ തീമയും സ്വീകരിക്കേണ്ടതില്ലയോ? ഇത് ഒരു മനുഷ്യന്റെ മറുപടി മാത്രമല്ല, ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം. അവന്റെ ശരീരം തകർന്നിരിക്കുന്നു, പക്ഷേ അവന്റെ ആത്മാവ് ഇനിയും നിലകൊള്ളുന്നു. ഈ അവസ്ഥയ്ക്ക് യോബ് തന്റെ അധരങ്ങളാൽ പാപം ചെയ്തില്ല. വേദന തുടർന്നു, നിശബ്ദത തുടർന്നു, പക്ഷേ വിശ്വാസം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. വേദനയുടെ ദിവസങ്ങൾ നീണ്ടു. ഉസ് ദേശത്ത് ആ വാർത്ത പടർന്നു. യോബിന് സംഭവിച്ചതെല്ലാം കേട്ടോ? അത് ദൂരദേശങ്ങളിൽ വരെ അറിഞ്ഞു. യോബിന്റെ 3 സുഹൃത്തുക്കൾ ഈ വാർത്ത കേട്ടു: എലീഫസ്, ബിൽദാദ്, സോഫർ. അവർ അവന് വളരെ പ്രിയപ്പെട്ടവരായിരുന്നു. അവർ ഒരുമിച്ച് തീരുമാനിച്ചു, നമുക്ക് പോകാം, അവനെ കാണാം, അവനെ ആശ്വസിപ്പിക്കാം. ദൂരെ നിന്ന് അവർ യാത്ര തുടങ്ങി, ഹൃദയത്തിൽ ഭാരവുമായി. അവനുണ്ടായിരുന്ന മഹത്വം അവർ ഓർത്തു, അവന്റെ സമ്പത്ത്, അവന്റെ ബഹുമാനം, അവന്റെ ഭക്തി. പക്ഷേ ഇപ്പോൾ അങ്ങനെ അവർ യോബിന്റെ അടുത്തെത്തി. അവന്റെ ശരീരം ക്ഷീണിച്ചിരിക്കുന്നു, മുഖം മുറിവുകളിൽ മൂടപ്പെട്ടിരിക്കുന്നു. അവർ പരസ്പരം നോക്കി. അവർ യോബിന്റെ അടുത്തിരുന്നു. ഒരു വാക്കും പറഞ്ഞില്ല. 1 ദിവസം, 2 ദിവസം, 3 ദിവസം, 7 ദിവസം, 7 രാത്രികൾ. മൗനം മാത്രം. കാരണം അവന്റെ വേദന വാക്കുകൾക്കതീതമായിരുന്നു. അവർ കണ്ടത് വേദനയുടെ ആഴമായിരുന്നു. 7 ദിവസത്തെ മൗനം, 7 രാത്രികളുടെ ഭാരമുള്ള നിശബ്ദതയായിരുന്നു. യോബ് തന്റെ തല ഉയർത്തി. അവന്റെ കണ്ണുകളിൽ ക്ഷീണം, ഹൃദയത്തിൽ അടക്കിവെച്ച വേദന. മൗനം ഇനി സഹിക്കാനാകില്ല. അവൻ വായ തുറന്നു. അവൻ ദൈവത്തെ ശപിച്ചില്ല, പക്ഷേ അവൻ തന്റെ ജനന ദിവസത്തെ ശപിച്ചു. ഞാൻ ജനിച്ച ദിവസം നശിച്ചു പോകട്ടെ. എന്നെ ഗർഭത്തിൽ ധരിച്ച രാത്രി ഇരുളിൽ മുങ്ങിപ്പോകട്ടെ. ആ ദിവസം പ്രകാശം കാണരുത്. ആ രാത്രി ആനന്ദത്തിന്റെ ശബ്ദം കേൾക്കരുത്. എന്തിന് ഞാൻ ഗർഭത്തിൽ തന്നെ മരിച്ചില്ല?
എന്തിന് ഞാൻ ജനിച്ചു? അവൻ മരണത്തെ ആഗ്രഹിക്കുന്നു, ജീവിതത്തെ അല്ല. ഇപ്പോൾ ഞാൻ ശാന്തിയിൽ വിശ്രമിക്കുമായിരുന്നില്ലേ? രാജാക്കന്മാരോടും ഭരണാധികാരികളോടും കൂടെ മണ്ണിൽ കിടക്കുമായിരുന്നില്ലേ? അവൻ തുടർന്നു, എന്തിന് വെളിച്ചം ദുഃഖിക്കുന്നവർക്ക് നൽകുന്നു? എന്തിന് ജീവൻ ഹൃദയം തകർന്നവർക്ക്? അവൻ കരഞ്ഞു. പക്ഷേ അവൻ ഇപ്പോഴും ദൈവത്തോടാണ് സംസാരിക്കുന്നത്. അവൻ ദൈവത്തെ വിട്ടുപോയിട്ടില്ല. അവൻ മറുപടി തേടുന്നു. സുഹൃത്തുക്കൾ ഇതെല്ലാം മൗനത്തോടെ കേട്ടുനിന്നു. ആ മൗനം അവസാനിച്ചു. 3 സുഹൃത്തുക്കളിൽ ആദ്യം സംസാരിക്കുന്നത് എലീഫസ്. അവൻ ശാന്തമായി തുടങ്ങി. യോബ്, ഞാനൊരു വാക്ക് പറയട്ടെ. നിനക്ക് വേദനയുണ്ടെന്നറിയാം, പക്ഷേ എനിക്കിനി മിണ്ടാതിരിക്കാനാകില്ല. അവൻ ഓർമ്മിപ്പിക്കുന്നു, നീ പലർക്കും ഉപദേശം നൽകിയില്ലയോ? ദുർബലരുടെ കൈകൾ നീ ബലപ്പെടുത്തിയില്ലയോ? തളർന്നവരെ നീ ഉയർത്തിയില്ലയോ? ഇപ്പോൾ ഇത് നിനക്കെത്തിയപ്പോൾ നീ തളരുന്നുവോ? വാക്കുകൾ സ്നേഹത്തിന്റെ രൂപത്തിൽ, പക്ഷേ അവയിൽ സംശയമൊളിഞ്ഞിരിക്കുന്നു. എലീഫസ് തുടരുന്നു, ഓർക്കൂ, നിഷ്കളങ്കനായ ആരെങ്കിലും നശിച്ചിട്ടുണ്ടോ? നീതിമാൻ ആരെങ്കിലും നശിച്ചുപോയിട്ടുണ്ടോ? അവൻ തന്റെ അനുഭവം പറയുന്നു. ഞാൻ കണ്ടതിതാണ്, അനീതിയെ വിതയ്ക്കുന്നവർ അതുതന്നെ കൊയ്യുന്നു. അവനൊരു ദർശനമോർക്കുന്നു. ഒരു രാത്രി ഒരു ശബ്ദം ഞാൻ കേട്ടു. മനുഷ്യൻ ദൈവത്തേക്കാൾ നീതിമാനാകുമോ? ദൈവം തന്റെ ദാസന്മാരിൽ പോലും കുറ്റം കാണുന്നുവെങ്കിൽ മണ്ണിൽ നിന്നുള്ള മനുഷ്യനെ എങ്ങനെ നിർദോഷനെന്ന് പറയും? ഇപ്പോൾ വാക്കുകൾ വ്യക്തമാണ്. അവൻ നേരിട്ട് കുറ്റം പറയുന്നില്ല, പക്ഷേ സൂചന നൽകുന്നു. യോബ്, ഇതൊരു ശിക്ഷയായിരിക്കാം. ദൈവം ശാസിക്കുമ്പോൾ അത് നിരസിക്കരുത്. അവൻ മുറിവേൽപ്പിക്കും, പക്ഷേ അവൻ സുഖപ്പെടുത്തുകയും ചെയ്യും. ദുഃഖം വന്നാൽ അതിനു പിന്നിൽ പാപമുണ്ടാകാം. ചാരക്കൂമ്പാരത്തിലിരുന്ന് യോബ് ഇതെല്ലാം കേട്ടു. അവൻ പറഞ്ഞു, ദൈവം നീതിമാനാണെങ്കിൽ ഞാൻ ചെയ്ത തെറ്റെന്ത്? സുഹൃത്തിന്റെ വാക്കുകൾ അവനെ ആശ്വസിപ്പിച്ചില്ല, അവന്റെ ആത്മാവിനെ കൂടുതൽ മുറിവേൽപ്പിച്ചു. യോബ് ശാന്തമായി സംസാരിക്കാൻ തുടങ്ങി. എന്റെ ദുഃഖം തൂക്കിയാൽ എത്ര ഭാരമുണ്ടാകും? എന്റെ കഷ്ടം കടലിന്റെ മണലിനേക്കാൾ ഭാരമുള്ളതാണ്. അവൻ ചോദിച്ചു, എന്തിന് സർവശക്തന്റെ അമ്പുകൾ എന്നെ തുളയ്ക്കുന്നു? എന്തിന് അവന്റെ ഭയം എന്നെ വളഞ്ഞിരിക്കുന്നു? അവൻ സുഹൃത്തുക്കളെ നോക്കി. വിശപ്പുള്ള കഴുത പുല്ലുണ്ടെങ്കിൽ കരയുമോ? അവൻ അർത്ഥമാക്കുന്നത് വ്യക്തം. കാരണമില്ലാതെ ഞാൻ നിലവിളിക്കുന്നില്ല. യോബ് തുടരുന്നു, എനിക്കിപ്പോൾ ആഗ്രഹം ഒന്നേയുള്ളൂ, ദൈവം എന്നെ തകർക്കട്ടെ, എന്റെ ജീവൻ എടുത്തുകളരട്ടെ. പക്ഷേ അവൻ വീണ്ടും ഉറപ്പോടെ പറയുന്നു, എങ്കിലും ഞാൻ എന്റെ വഴികളെ മറച്ചുവെച്ചിട്ടില്ല, ഞാൻ പരിശുദ്ധവന്റെ വചനങ്ങളെ നിരസിച്ചിട്ടില്ല. ഇതൊരു പ്രതിരോധമാണ്. അവൻ സുഹൃത്തുക്കളോട് പറഞ്ഞു, സത്യസന്ധമായ ശാസനം എത്ര ശക്തമാണ്. പക്ഷേ നിങ്ങളുടെ കുറ്റപ്പെടുത്തലുകൾ എന്താണ് തെളിയിക്കുന്നത്? നിങ്ങൾ എന്റെ വാക്കുകളെ കുറ്റപ്പെടുത്തുന്നു, പക്ഷേ എന്റെ വേദനയുടെ ആഴം നിങ്ങൾ കണ്ടിട്ടില്ല. ഇപ്പോൾ യോബ് മനുഷ്യരോടല്ല സംസാരിക്കുന്നത്, ദൈവത്തോടാണ്. അവൻ എന്നെ തകർത്താലും ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കും. ഇതൊരു മനുഷ്യന്റെ ആത്മസംരക്ഷണം മാത്രമല്ല, ഇത് ദൈവനീതിയെക്കുറിച്ചുള്ള ഒരു വലിയ ചോദ്യത്തിന്റെ തുടക്കമായിരുന്നു. ചാരക്കൂമ്പാരത്തിലിരുന്ന മനുഷ്യൻ ഇപ്പോൾ നേരിട്ട് ചോദിക്കുന്നു, ഞാൻ കുറ്റക്കാരനാണെങ്കിൽ എന്റെ കുറ്റം കാണിക്കൂ. എലീഫസിന് ശേഷം ബിൽദാദ് സംസാരിച്ചു. അവൻ വളരെ കഠിനഹൃദയനായിരുന്നു. ദൈവം നീതിയെ വക്രപ്പെടുത്തുമോ? സർവശക്തൻ ന്യായത്തെ തെറ്റിക്കുമോ? അവൻ സൂചിപ്പിച്ചു. നിന്റെ മക്കൾ പാപം ചെയ്തതിനാലാകാം അവർ നശിച്ചത്. അവൻ യോബിനോട് പറഞ്ഞു, നീ ശുദ്ധനും നേർമ്മയുള്ളവനും ആണെങ്കിൽ ദൈവം തീർച്ചയായും നിന്നെ പുനഃസ്ഥാപിക്കും. അത് വ്യക്തമായ ആരോപണമായിരുന്നു. ദുഃഖത്തിന് കാരണം പാപം. പിന്നീട് സോഫർ സംസാരിച്ചു. അവൻ അതിലും കടുപ്പം. ദൈവത്തിന്റെ രഹസ്യം നിനക്കറിയില്ല. നീ ചെയ്തതിലും കുറവായിരിക്കാം നിനക്ക് ശിക്ഷ ലഭിച്ചത്. അവൻ യോബിനെ പാശ്ചാത്താപത്തിനായി വിളിച്ചു. നീ പാപം വിട്ട് ഹൃദയം ശുദ്ധമാക്കുക, അപ്പോൾ നീ മുഖം ഉയർത്തും. 3 സുഹൃത്തുക്കൾ പറഞ്ഞത് ഒറ്റ കാര്യം,
ദൈവം നീതിമാനാണ്. അതുകൊണ്ട് നീ കുറ്റം ചെയ്തിരിക്കാം. ഇപ്പോൾ യോബ് വേദനയോടെ മറുപടി പറയുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ എനിക്കുമറിയാം. ദൈവം മഹാനാണ്. അവന്റെ ജ്ഞാനം അതിരില്ലാത്തത്. പക്ഷേ ഞാൻ കുറ്റക്കാരനല്ല. അവൻ നേരിട്ട് പറഞ്ഞു. എനിക്ക് ദൈവത്തോട് സംശയിച്ചേ പറ്റൂ. അവൻ ചോദിച്ചു, എന്തിന് നീതിമാന്മാർ ദുഃഖിക്കുന്നു? ദുഷ്ടന്മാർ പലപ്പോഴും സമൃദ്ധരാകുന്നു. ദുഃഖമെല്ലായ്പ്പോഴും ശിക്ഷയല്ല. ആ ചാരക്കൂമ്പാരത്തിൽ വേദനയേക്കാൾ ഒരു ചോദ്യമാണ് ഉയരുന്നത്. ദൈവനീതി എങ്ങനെ പ്രവർത്തിക്കുന്നു? ആകാശം ഇപ്പോഴും മൗനത്തിലാണ്. യോബ് പലതവണ പറഞ്ഞു, എനിക്ക് ദൈവത്തോട് സംസാരിക്കണം. എന്റെ കാര്യം അവന്റെ മുമ്പിൽ അവതരിപ്പിക്കണം. അവൻ ചോദിച്ചു, അവൻ അന്വേഷിച്ചു, അവൻ വെല്ലുവിളിച്ചു. പിന്നീട് ആകാശം മാറുന്നു. ദൂരത്ത് ഒരു ചുഴലിക്കാറ്റുയരുന്നു. മേഘങ്ങൾ കറുക്കുന്നു. കാറ്റ് ശക്തമാകുന്നു. അതിനകത്തുനിന്ന് ഒരു ശബ്ദം, ദൈവത്തിന്റെ ശബ്ദം. ഭൂമിയുടെ അടിസ്ഥാനം വെച്ചപ്പോൾ നീ എവിടെയായിരുന്നു? കടലിന് അതിരുകൾ നിശ്ചയിച്ചതാരാണ്? പ്രഭാതത്തെ വിളിച്ചതാരാണ്? നക്ഷത്രങ്ങളെ ക്രമപ്പെടുത്തി വെച്ചതാരാണ്? ചോദ്യങ്ങൾ തുടർച്ചയായി. നീ മിന്നലിനെ അയക്കുമോ? നീ മേഘങ്ങളെ നിയന്ത്രിക്കുമോ? നീ സിംഹത്തിന് ആഹാരം നൽകുമോ? ഇത് കുറ്റപ്പെടുത്തലല്ല, ഇത് ഓർമ്മപ്പെടുത്തൽ. ദൈവം തന്റെ ശക്തിയെ കാണിക്കുന്നു. സൃഷ്ടിയുടെ മഹത്വം തുറന്നുകാട്ടുന്നു. യോബെല്ലാം കേട്ടുനിന്നു. അവന്റെ ചോദ്യങ്ങൾ ഇപ്പോൾ ചെറുതായി തോന്നി. ദൈവം ചോദിച്ചു, സർവശക്തനോട് തർക്കിക്കുന്നവൻ ഇതിന് മറുപടി പറയുമോ? യോബ് തലകുനിച്ചു. അവൻ പറഞ്ഞു, ഞാൻ വളരെ ചെറിയവനാണ്. അതിന് മറുപടിയില്ല. പക്ഷെ ദൈവം തുടർന്നു. അവൻ തന്റെ സൃഷ്ടിയുടെ ആഴവും ശക്തിയും പറഞ്ഞു. അവസാനം യോബ് പറഞ്ഞു, എനിക്ക് കേൾവിയിലൂടെ മാത്രമേ നിന്നെ അറിയാമായിരുന്നുള്ളൂ. ഇപ്പോൾ എന്റെ കണ്ണുകൾ നിന്നെ കണ്ടിരിക്കുന്നു. അതിനാൽ ഞാൻ എന്റെ വാക്കുകൾ പിൻവലിക്കുന്നു. ധൂളിയിലും ചാരത്തിലും ഞാൻ മാനസാന്തരപ്പെടുന്നു. വേദനയെല്ലാം മാറിയിട്ടില്ല. പക്ഷേ യോബിന്റെ ദൃഷ്ടികോൺ മാറി. അവൻ ഉത്തരങ്ങളെല്ലാം ലഭിച്ചില്ല. പക്ഷേ അവൻ ദൈവത്തെ അനുഭവിച്ചു. ചാരക്കൂമ്പാരത്തിൽ ഒരു മനുഷ്യൻ, ഇപ്പോൾ തകർന്നവനല്ല, താഴ്മയിൽ നിൽക്കുന്നവൻ. ചുഴലിക്കാറ്റ് ശമിക്കുന്നു. ആകാശം തെളിയുന്നു. വേദനയുടെ ദിവസങ്ങൾ ഇനിയും ഓർമ്മകളിലുണ്ട്. പക്ഷേ ഇപ്പോൾ ദൈവം സംസാരിച്ചിരിക്കുന്നു. ദൈവം യോബിനോട് മാത്രമല്ല, അവന്റെ സുഹൃത്തുക്കളോടും സംസാരിച്ചു. നിങ്ങളെന്റെ ദാസനായ യോബിനെപ്പോലെ എന്നെക്കുറിച്ച് ശരിയായി സംസാരിച്ചില്ല. അവർക്ക് നിർദ്ദേശം നൽകി യോബിന്റെ അടുത്തേക്ക് പോകാൻ, ബലിയർപ്പിക്കാൻ. യോബ് അവർക്കായി പ്രാർത്ഥിക്കുന്നു. അതെ, അവനെ കുറ്റപ്പെടുത്തിയവർക്കായി പോലും അവൻ മധ്യസ്ഥനായി നിൽക്കുന്നു. അതൊരു മാറ്റത്തിന്റെ അടയാളം. പിന്നീട് ദൈവം യോബിന്റെ അവസ്ഥ മാറ്റുന്നു. അവൻ നഷ്ടപ്പെടുത്തിയതിൻ്റെ ഇരട്ടിയായി അനുഗ്രഹം നൽകുന്നു. ആടുകൾ, ഒട്ടകങ്ങൾ, കാളകൾ, കഴുതകൾ. വീട് വീണ്ടും നിറയുന്നു. പുതിയ പുത്രന്മാർ, പുതിയ പുത്രിമാർ. ദുഃഖത്തിൻ്റെ ഓർമ്മയില്ലാതാകുന്നില്ല. പക്ഷേ അനുഗ്രഹം വീണ്ടും ജീവിതത്തിലേക്ക് ഒഴുകുന്നു. യോബ് ദീർഘായുസ്സിൽ ജീവിച്ചു. 4 തലമുറകളെ കാണുന്നു. അവന്റെ ജീവിതം ദുഃഖത്തിൽ തുടങ്ങിയില്ല, ദുഃഖത്തിൽ അവസാനിച്ചുമില്ല. അവന്റെ കഥ പരീക്ഷണത്തിലൂടെ കടന്ന് വിശ്വാസത്തിന്റെ കഥയായിരുന്നു. സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോൾ പോലും വിശ്വാസം കൈവിട്ടില്ല. ശരീരം തകർന്നപ്പോൾ പോലും ദൈവത്തെ ശപിച്ചില്ല. ചോദ്യങ്ങൾ ചോദിച്ചു, വേദനിച്ചു, കരഞ്ഞു. പക്ഷേ ദൈവത്തെ വിട്ടുപോയില്ല. ഇതാണ് യോബിന്റെ കഥ. ദുഃഖം എപ്പോഴും ശിക്ഷയല്ലെന്ന് നമ്മെ പഠിപ്പിക്കുന്ന കഥ. ഉത്തരങ്ങളെല്ലാം ലഭിക്കാതിരുന്നാലും ദൈവം നിശബ്ദനല്ലെന്ന് ഓർമ്മിപ്പിക്കുന്ന കഥ. ചാരക്കൂമ്പാരത്തിൽ നിന്ന് പുനഃസ്ഥാപനത്തിലേക്ക്, വേദനയിൽ നിന്ന് വിശ്വാസത്തിലേക്ക്. യോബ്, പരീക്ഷണത്തെ ജയിച്ച മനുഷ്യൻ. ഇന്നത്തെ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ. ഇനിയും ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോ വന്ന ഉടൻ അറിയാൻ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുതേ. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും
നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണ് ഈ വീഡിയോ കാണുന്നത് എന്നും കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കല്ലേ. നിങ്ങളുടെ ഓരോ കമന്റും എനിക്ക് വലിയ പ്രചോദനമാണ്. ഇനിയും കൂടുതൽ സ്നേഹവും സന്ദേശവും നിറഞ്ഞ കഥകളുമായി വളരെ പെട്ടെന്ന് വീണ്ടും കാണാം. അപ്പോൾ വരെ എല്ലാവർക്കും സുഖനിദ്ര ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്.